അമൽ, കോവളം MLA M. വിൻസെന്റിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് MLA ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി പേരൂർക്കട പോലീസ് ക്ലബിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചത്. തുടർന്ന് MLA സ്വന്തം വാഹനത്തിൽ തന്നെ MLA ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയും വഴിക്ക് വെച്ച് അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥ അജിത ബീഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇവർ MLA ഹോസ്റ്റലിൽ MLAയെ ചോദ്യം ചെയ്യുന്നതിനായി എത്തിയിരുന്നില്ല. നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ഇതിനുശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥയും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുമായ അജിത ബീഗത്തിനെ ചോദ്യം ചെയ്യുന്നതിനായി MLAയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് പിന്നീട് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. ഏതായാലും MLA വിൻസെന്റ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. കോവളത്തെ ഒരു വീട്ടമ്മയുടെ പരാതിയെ തുടർന്നാണ് MLAയ്ക്ക് പോലീസ് ചോദ്യം ചെയ്തത്. MLAയ്ക്കെതിരെ പ്രധാനമായും 2 ആരോപണങ്ങളാണ് ഉയർന്നത്. ഒന്ന്, ആത്മഹത്യാ പ്രേരണ കുറ്റവും 2 പീഡന ശ്രമവും. ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം 1ാം സെഷൻ കോടതിയിൽ നൽകിയിരുന്നു. അത് തിങ്കളാഴ്ച മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇതിനിടയിലാണ് അല്പസമയം മുമ്പ് MLAയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ MLA ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം വാഹനത്തിലാണ് MLA കയറിയതെങ്കിലും പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയായിരുന്നു. പാറശാല SIയും MLAയുടെ കൂടെയുണ്ട്. ചോദ്യം ചെയ്യലിലെത്തിയ നെയ്യാറ്റിൻകര DYSP ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് പുറത്തുപോയി. ഇതിനുശേഷം ഒട്ടേറെ നേരം പോലീസ് ഉദ്യോഗസ്ഥർ MLAയുടെ നില ബ്ലോക്കിലെ റൂമിന് പുറത്ത് അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് MLA പുറത്തേക്ക് വന്നത്. MLA M. വിൻസെന്റ് MLA മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇത് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ MLA ചോദ്യം ചെയ്യാൻ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? MLA ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്പീക്കറുടെ ഓഫീസിനോട് അനുമതി തേടിയിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യുന്നതിന് അനുമതി വേണ്ട എന്നൊരു നിർദ്ദേശമാണ് സ്പീക്കറുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. MLAയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് 2 ജാമ്യമില്ലാ കുറ്റങ്ങളാണ്. ഒന്ന്, ആത്മഹത്യാ പ്രേരണ കുറ്റവും 2 പീഡന കുറ്റവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന പരാതി നൽകിയിരിക്കുന്ന സ്ത്രീയുടെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് MLA ഏകദേശം 3 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ഇതിന് ശേഷമാണ് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി MLA ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥയായ അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. ജോജോ, MLA സ്വന്തം വാഹനത്തിലാണ് MLA ഹോസ്റ്റലിൽ നിന്നും പുറപ്പെട്ടതെന്ന് അല്പം മുമ്പ് ജോജോ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് എവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയത്? ഏത് കേന്ദ്രത്തിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാവണം. MLAയ്ക്ക് പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം പാറശാല SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ റൂമിന് പുറത്ത് ഏകദേശം അരമണിക്കൂറോളം കാത്തുനിന്നു. ഈ സമയമെല്ലാം തന്നെ MLA ഫോണിൽ മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ വക്കീൽ പോലുള്ള ആളുകളുമായോ ബന്ധപ്പെടുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷമാണ് MLA റൂമിന് പുറത്തേക്ക് വന്നത്. തുടർന്ന് MLA ഹോസ്റ്റലിന് പുറത്തു കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ തന്നെ കയറുകയായിരുന്നു. ഇതിനുശേഷം ഈ സമയത്ത് ജോജോ തിരികെ ഇപ്പോൾ CG കടകിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. CG, MLA എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് സംബന്ധിച്ച വിവരം ലഭ്യമാണോ? പോലീസ് ആസ്ഥാനത്താണ് M. വിൻസെന്റ് MLA ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. M. വിൻസെന്റ് MLA നിയമസഭാ ഹോസ്റ്റലിൽ നിന്ന് MLA ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിലാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ പോലീസ് കസ്റ്റഡിയായിരുന്നു. പോലീസ് പേരൂർക്കട പോലീസ് ക്ലബിലേക്ക് എത്തിച്ചു. ക്ലബിന് സമീപത്ത് നിന്ന് MLAയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റി. ഈ പോലീസ് വാഹനത്തിലാണ് MLA ഇപ്പോൾ പോലീസ് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് PHQയിലേക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വീട്ടമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പീഡന ശ്രമവും ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് M. വിൻസെന്റിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 2 വകുപ്പുകളിലും ജാമ്യമില്ല. വിൻസെന്റിനെ ഇന്ന് പോലീസ് ഏതാണ്ട് 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ വീട്ടമ്മയുടെ പരാതിയെ ഖണ്ഡിക്കുന്നതിനാവശ്യമായ ഒരു തരത്തിലുള്ള തെളിവുകളോ മറ്റു വിവരങ്ങളോ നൽകാൻ വിൻസെന്റിനായില്ല എന്നാണ് പോലീസ് പക്ഷം. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥയായ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരം വിൻസെന്റ് പോലീസ് കസ്റ്റഡിയിലായത്. പോലീസ് കസ്റ്റഡിയിലായ വിൻസെന്റിനെ ഏതാണ്ട് 2 മിനിറ്റ് മുമ്പ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലീസിന്റെ തന്നെ വാഹനത്തിൽ എത്തിക്കുകയായിരുന്നു. മിഥുൻ സുരേന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. മിഥുൻ, ആത്മഹത്യാ പ്രേരണ കുറ്റം ഒപ്പം പീഡന ശ്രമം ഇത് രണ്ടുമാണ് MLAയ്ക്കെതിരെ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കുറ്റങ്ങളനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട കീഴ്വഴക്കങ്ങൾ, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്?
അമൽ നടപടിക്രമങ്ങൾ പാലിക്കുന്ന ഈ അറസ്റ്റ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരത്തിൽ സ്പീക്കറുടെ അനുമതി തേടേണ്ട ഒരു ആവശ്യം ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ക്രിമിനൽ കേസാണെങ്കിൽ പോലീസിന് സ്വമേധയാ നടപടി സ്വീകരിക്കാം. എങ്കിലും സ്പീക്കറുടെ അനുമതി വാങ്ങി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. കൂടാതെ MLA ഹോസ്റ്റലിൽ വെച്ച ഒരു MLA അറസ്റ്റ് ചെയ്യാനുള്ള കീഴ്വഴക്കം ഇതുവരെയില്ല. അതുകൊണ്ട് തന്നെ അത് പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പേരുൾക്കട പോലീസ് ക്ലബിൽ എത്തിച്ച് ഇവിടെ വെച്ച അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത വിജയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നത്. M. വിൻസെന്റ് MLA ഈ വീട്ടമ്മയെ നിരവധി തവണ വിളിച്ചതായുള്ള രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് കൂടാതെയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നുള്ള പരാതി വീട്ടമ്മ നൽകിയിരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച 4 മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇതെല്ലാം തന്നെ ഇത് സാധൂകരിച്ചു. തുടർന്നാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഇതോടുകൂടിയാണ് അറസ്റ്റിനുള്ള തീരുമാനം. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു M. വിൻസെന്റ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരു ഉദ്ദേശവും പോലീസിനുണ്ടായിരുന്നു. അമൽ, മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഉച്ചയോടെയാണ് M. വിൻസെന്റ് MLA നൽകിയത്. അതിനു മുൻപ് തന്നെ പോലീസ് ഈ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. കൂടാതെ അറസ്റ്റ് നടത്തിയാൽ തന്നെ തിങ്കളാഴ്ച കോടതി ഈ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല. അത്തരമൊരു കീഴ്വഴക്കം ഇതുവരെയില്ല. കാരണം കൃത്യമായ തെളിവുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കുക മാത്രം അന്വേഷണ സംഘത്തിന് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അടിയന്തരമായി തന്നെ കടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് അറസ്റ്റ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമൽ.